Hi guys, welcome to Master Guy. അല്ല അപ്പോൾ നമ്മളിന്ന് ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഗൈസ്. നമ്മൾക്ക് ഇപ്പോൾ FC മൊബൈൽ കളിക്കാം. എനിക്ക് പണ്ടൊരു പാട്ടൊരു കുറച്ച് നോക്കട്ടെ. നമുക്ക് വരെ അടിച്ച് പൂശാം. ഞാൻ എന്തായാലും ഇതിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ടീം പോർച്ചുഗലാണ്. അർജൻറ്റീന ഫാൻസും ബ്രസീൽ ഫാൻസും ബാക്കിയുള്ള ഫാൻസിലും കൊണ്ട് എൻ്റെ തല കയറുന്നത്. നമുക്ക് ടൂർണമെൻറ്റ് എടുക്കാം. നിങ്ങൾ പറയുമ്പോൾ ഞാൻ ലൈവ് പോകും കേട്ടോ. ഇത് പണ്ട് കളിച്ചത് ഗൈസ്. ഞാൻ ഖത്തറായിരുന്നു, ബെൽജിയമായിരുന്നു. ഈ മൂന്നും ഉണ്ടല്ലോ, ഈ 4 ഗോളും ബെൽജിയമിന് ഞാൻ അടിച്ചു കൊടുത്തത്. എന്നിട്ട് ആ പൊട്ടന്മാരുടെ അടുത്ത് പ്ലേ ഗെയിം പറയാൻ പറ്റും. അടുത്ത ജർമ്മനി ഫാൻസിന്, ബ്രസീൽ ഫാൻസിന് എല്ലാവർക്കും ഞാൻ ഇത് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്കൊന്ന് അർജൻറ്റീന എടുത്താലോ. പോർച്ചുഗൽ ഫാൻസ് എന്നെ കൊല്ലത്. ശരിക്കും ഞാനൊരു പോർച്ചുഗൽ ഫാനാണ്. പിന്നെ ഇന്ന് ഈ കാണുന്ന പോർച്ചുഗലും ക്രൊയേഷ്യയും 4:30 അതിന് വേണ്ടി ഞാൻ ഉറങ്ങാണ്ടിരിക്കുക. എൻ്റെ തേങ്ങ അറിയോ, മനുഷ്യനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അർജൻറ്റീന ഏതാ ടീം എന്തോ നമുക്ക് നോക്കി നോക്കാം. റൗണ്ട് ഓഫ് 16 ഞാൻ ആദ്യമായിട്ട് കളിക്കല്ലേ. വേൾഡ് ഗെയിംസ് എന്താണ് വേൾഡ്സ് ഗെയിം? നെതർലാൻഡ്സ്. അടിപൊളി ടീമാണ്. പക്ഷെ ഞാൻ ബിഗിനേഴ്സ് എടുത്തുകിടാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഡിപ്പേ. എൻ്റെ കളി നിങ്ങളിതിൽ കാണും മക്കളെ. നിങ്ങൾ കണ്ടോ? എൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടാണ് ഫേസ് റിവീൽ ചെയ്യാത്ത. നിങ്ങൾ പറ അപ്പം ഞാൻ റിവീൽ ചെയ്യാം. എൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടാണ് ചെറിയൊരു മടിൻ്റെ ക്യാമറയിൽ വരാൻ. അൽനാസറോ അയ്യോ, ഈ ഡിപ്പൊക്കെ പാസ് ഇട്ട് കൊടുക്കരുത്. റൊമേറോ. മറ്റേ പാട്ടില്ലേ, താലിയാഫിക്കോ ഫെർണാണ്ടസ് പാട്ട്. നിങ്ങൾക്ക് ഈ പാട്ട് അറിയാം. അർജൻറ്റീന വേൾഡ് കപ്പ്. എന്താ അറിയുണ്ടായി, മറ്റും ഗോൾ അടിക്കാൻ നോക്കി. മറ്റവനാണെങ്കിൽ കയ്യിലും പിടിച്ച് ഗോളി. അപ്പോൾ ഗോളി അങ്ങോട്ട് എറിഞ്ഞപ്പോൾ ഡിപ്പയുടെ കയ്യിലാണ് കിട്ടിയേ. ഞാനപ്പോൾ തന്നെ ഇത് അടിച്ചു വാങ്ങിയിട്ട് ഒരൊറ്റ ഷൂട്ട്. ഞങ്ങളുടെ അർജൻറ്റീനയിലെ ഗോളിയുടെ മാതിരി ഇല്ലേ ചതയരുത്. 1-0 കളി നിൽക്കണമെന്നുണ്ട്. അൽനാസർക്ക് അടിച്ച് കയറ്റി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും. അത് ഏതാടാ സാധനം? എനിക്ക് ഡിപ്പേനെ കണ്ണെടുത്താൽ കണ്ടുകൂടെ, ഒരു ജിമ്മൻ. മാറ് അൽനാസറേ, ഗോൾ അടിക്കാൻ. അൽനാസർ അൽവാസർ. ഇവൻ്റെ ഇത് കണ്ട ഇങ്ങനെ വീണിട്ട് തോന്നുന്നു ഇവൻ്റെ ചുണ്ടൊക്കെ ആകെ മുറിയായിരിക്കുന്നു. എടാ പൊട്ട, ഇങ്ങനെ വീണതിനാലേ ചുണ്ടിൽ ഇൻഫെക്ഷൻ വന്ന് പുല്ലൊക്കെ കയറിപ്പോയിട്ട് സർജറി ചെയ്യേണ്ടി വരും. പിന്നെ അർജൻറ്റീന അല്ലടാ എനിക്ക് മറ്റേ ഇതിൻ്റെ പേരെന്തായിരുന്നു, ഉസ്ബെക്കിസ്ഥാനിൽ പോലും കളിക്കാൻ പറ്റണ്ടേ. എനിക്കിതാണില്ല. അവനെന്താ ക്യാപ്റ്റൻ അല്ലേ? എന്നിട്ട് മറ്റേ പെപ്സി എന്താ അടിക്കാത്ത? സോറി, മെസ്സി എന്താ അടിക്കാത്ത? യവനെ കൊണ്ട് ഞാൻ വേൾഡ് ഗോൾ അടിപ്പിക്കും. 3 ഗോൾ അർജൻറ്റീന. ഞാൻ എന്താ അറിയും, ഒരു ഗോൾ പോലും നെതർലാൻഡ്സിന് നേടിക്കൊടുത്തത്. സ്വന്തം ഗോൾ പോസ്റ്റ് അടിച്ചിട്ട് ആരും അങ്ങനെ നേടിക്കൊടുക്കില്ല. ഞാൻ മാത്രം അങ്ങനത്തെ ഭ്രാന്തി ചെയ്യുള്ളൂ. ഒരേ ഒരു കാരണം കൊണ്ടാണ്. കാരണം അന്ന് ഞാൻ ചെയ്തിട്ടാണ്. ഹാഫ് ടൈമിന് മുമ്പേ ഖത്തറും നെതർലാൻഡ്സിലെ ബെൽജിയമും കളിച്ചിട്ട് ഞാൻ 4 ഗോൾ നേടിക്കൊടുത്ത് അറിയാണ്ട്. എന്നിട്ടാണെങ്കിൽ എനിക്ക് 4 ഗോൾ നേടിക്കൊടുക്കാനുണ്ടായിരുന്നു. ഞാനും 4 ഗോൾ നേടിക്കൊടുക്കാൻ വിചാരിച്ച് എൻ്റെ ടീമിന് തന്നെ. പക്ഷെ എന്തുണ്ടായി, അത് നടന്നില്ല. മീൻസ് റെഡി ആയില്ല. അപ്പോൾ ഞാൻ എന്താ കാട്ടി, ഞാൻ ഔട്ടായി. ഖത്തർ ടീം ഔട്ടായി.
അപ്പം അന്ന് ഞാൻ വിചാരിച്ച തീരുമാനമാണ്, ഇനി ഞാൻ മേലാക്ക് ഈ പരിപാടി ചെയ്യില്ല, എതിർ ടീമിന് ഇത് ഗോൾ മേടിച്ചെടുക്കില്ലാണ്. അന്ന് ഞാൻ തീരുമാനിച്ച ഇവൻ്റെ ചുണ്ട് പൊട്ടിച്ചെന്നില്ലല്ലേ എനിക്കാ കുഴപ്പം. ഞാൻ ഇവനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ, ഇവനെ കൊണ്ടൊക്കെ സുഖമായിട്ട് ഗോൾ അടിപ്പിക്കാൻ, ഗോൾ പോസ്റ്റിൻ്റെ നെഞ്ചത്താവുന്നുണ്ട് ഇന്ന്. പെപ്സി സോറി മെസ്സി. ഞാൻ പോർച്ചുഗൽ ഫാനാണ്. പിന്നെ മെസ്സി ആരാധകര് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യണത്. ആരാധകർക്ക് എനിക്ക് കിട്ടില്ല. ഓക്കെ, ഏതാ പോസടാ. മറ്റേവനെന്താണ് പിടിച്ചു വെച്ചിരിക്കണത്? ഇവനെന്താ ഗുസ്തി കളിക്കുക? അത് ഫുട്ബോൾ അല്ലാണ്ട് ഗുസ്തി കളിയല്ല, അവൻ ഗുസ്തി കളിച്ചോടിക്കുക. സൗത്ത് ആഫ്രിക്കയും പോർച്ചുഗലിലൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നേരെ ഡയറക്റ്റിന് നോക്കിക്കാൻ എല്ലാം കിട്ടും. ഞാൻ അപ്പം കളിക്കുന്ന ടീമാണ് ഉണ്ട് ഇൻസർജൻറ്റിന്. അല്ലെങ്കിൽ നേരെ ഡയറക്റ്റിന് എനിക്കുള്ള സ്വഭാവം എന്താ അറിയോ, നമ്മുടെ പേരില്ലാത്തതിന് വരണം. എൻ്റെ ഫ്രണ്ടിനും ഉണ്ട് കേട്ടോ അങ്ങനത്തെ സ്വഭാവം. ഇപ്പം ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഗെയിമിംഗ് റൂം ഒരു തേങ്ങ സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇത് കളിക്കുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ കുറേ സൗണ്ട് വരും. അപ്പോൾ 6 ഗോള് മതിയില്ലേ? ഹാഫ് ടൈം. ഞാൻ പെട്ടെന്ന് പഠിച്ചോ ഫുൾ ടൈം ആയോ വിചാരിച്ച്. അങ്ങനെ അൽനാസറ അല്ലെങ്കിൽ എന്താണ് ഈ ഗെയിമിൻ്റെ ഉള്ളിൽ ക്യാപ്റ്റന്മാർ മാത്രം ഇങ്ങനെ ആവണ. മറ്റേ ചൊറീന വരി മെസ്സി ഇവൻ ക്യാപ്റ്റൻ ആയിരുന്നില്ലേ, പിന്നെന്തുറ്റി? ഇപ്പോഴും ക്രിസ്ത്യാനോ 2-3 വർഷമായി പോർച്ചുഗൽ ടീമിൽ, എന്നിട്ടും ഇപ്പം ക്യാപ്റ്റനാണ്. എന്നിട്ടും അർജൻറ്റീനയിൽ മെസ്സി എന്താ ക്യാപ്റ്റൻ അല്ലാത്തതാണ് ഞാൻ ആലോചിക്കണേ. അതിന് ഗെയിമിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണോ, ഇനി അത് ഗെയിമിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണോ, അത് റിയലായിട്ട് മെസ്സിയുടെ എന്തെങ്കിലും തകരാറ് കൊണ്ടാണോ, ഒന്നും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ഈ ഫുട്ബോളിൻ്റെ അടുത്ത് അങ്ങനെ നല്ല ഇഷ്ടമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഒരു പോർച്ചുഗലിൻ്റെ അടുത്തൊരു ഇഷ്ടമുണ്ട്. അതിൽ മറ്റേ കട്ട ആരാധകനില്ലേ, മെസ്സി ഗോൾ അടിച്ചിട്ട് എടാ കണ്ടടാ ഞാനടാ ആട്, മെസ്സിയുടെ ആട് എന്നൊക്കെ പറഞ്ഞിട്ട് വരണവരില്ലേ. പോർച്ചുഗൽ ഗോൾ അടിച്ചിട്ട് അല്ല കണ്ട ഗോട്ട് ഇതാണ് അങ്ങനെയല്ല. എനിക്കങ്ങനെയൊന്നും ഇല്ല. എനിക്ക് ഇഷ്ടമുള്ളൊരു ടീം എന്ന് വെച്ചാൽ പോർച്ചുഗൽ. അതിൽ ഇഷ്ടമുള്ളൊരു ആരാധകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. അങ്ങനെയാണ് എനിക്കുള്ളൂ. കാരണം എനിക്കിപ്പോൾ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല നല്ല കട്ട ആരാധകനാവണം അങ്ങനെയൊന്നുമില്ല. എനിക്ക് കുറച്ച് പോർച്ചുഗലിൻ്റെ ജേഴ്സി ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് പോർച്ചുഗൽ ആരാധനയാണ്. ഞാൻ സ്റ്റോറി പോലും ഇടാറില്ല അങ്ങനെ. ഞാൻ ഇടും എന്നാലും ഇങ്ങനെ സമ്മാനിക്കാൻ ചിലവരുണ്ടാവില്ല, സമ്മാനിക്കാൻ കഴിഞ്ഞാൽ പോർച്ചുഗലിന് ഇട്ടിട്ട് സാഡ് ന്യൂസ് എങ്കിലും ഇടണ. ഞാൻ അങ്ങനെ ഒന്നും ഇടില്ല. ഞാൻ ജയിച്ചു എങ്ങനെയൊക്കെയാണ് ഞാനുള്ളൂ, അല്ലാണ്ട് ഞാൻ ഇടില്ല. 10 ഗോളോ ആരാ ഡിപ്പ് ആരേലും ഉണ്ടോ നെതർലാൻഡ്സ് ടീമിൽ ഉള്ളവർ? ഈ വീഡിയോ കാണാണ്ടിരിക്കണമായിരുന്നു നല്ലത്. ഞാൻ എൻ്റെ തുടക്കത്തിൽ പറയണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ ഡിപ്പ് എൻ്റെ അടുത്ത് ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞോ. ഗെയിമിലും ഭ്രാന്ത് പിടിക്കുന്നവനെ നേരിട്ടും ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ നെയ്മറിൻ്റെ കട്ടുണ്ട് ഡിപ്പേക്ക്. ചിലവർ നെതർലാൻഡ്സ് ടീമിലത്തെ ഡിപ്പേനെ അറിയാത്തവര് ഡിപ്പയോ ഇവനാണിത് നെതർലാൻഡ്സ് ടീമിലത്തെ വിചാരിച്ചിട്ടുണ്ടാവും ചിലവർ. എനിക്ക് അർജൻറ്റീന ടീമിലത്തെ ഒറിജിനൽ ജേഴ്സി ഇഷ്ടം, അല്ലാണ്ട് ഈ പണ്ടാരം മുടിഞ്ഞ ഈ ജേഴ്സി നല്ല ഇഷ്ടം. അൽനാസർ ഇവൻ്റെ ചുണ്ട് പൊട്ടിയാലും കുഴപ്പമില്ല, ഒരു ഗോൾ കിട്ടിയാൽ വരെ അവൻ്റെ ചുണ്ട് പൊട്ടായി. കണ്ട അവൻ്റെ പിക്ചറിൽ തന്നെ ഉണ്ട്, ഇങ്ങനെ വീഴും ഇടക്കിടക്ക്. എനിക്കറിയാം ദ വേൾഡ്സ്. ഞാൻ ഒരു വട്ടം വായിച്ചതാ.
ഇതിൻ്റെ ലാസ്റ്റ് വരും ഇതെന്താ അറിയോ, ടൂർണമെൻറ്റിൻ്റെ ഡേ. മീൻസ് നമ്മുടെ ഫിഫ വേൾഡ് കപ്പില്ല അതേമാതിരി ഇത് ടൂർണമെൻറ്റിൻ്റെ ഡേ വരും. എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവരുടെ കളിയൊന്നും കാണാൻ പറ്റില്ല. ഇത് ടൂർണമെൻറ്റ് വരും കുറച്ച് ദിവസം കഴിഞ്ഞാൽ മീൻസ് അങ്ങനെ ഒന്നുമില്ല ഗൈസ്. ഒരു സാധാ ഇത് നമ്മൾ കുറേ നേരം കളിക്കണം. ഞാൻ ഈജിപ്റ്റായിട്ട് കളിച്ചിട്ടുണ്ട്, കുറേ രാജ്യമായിട്ട് ഞാൻ കളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആകെ ഇപ്പോൾ കളിക്കാത്ത അർജൻറ്റീന, അത് അർജൻറ്റീനയോട് കളിച്ചതാണ്. ഞാൻ കുറേ കളിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഒരു ആഗ്രഹം തോന്നുന്നത്, എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടാലും വല്ലതും കിട്ടിയാലോണ്. അപ്പോൾ നമുക്ക് പാവം ഇനി ഞാനേ കുറേ നേരമുണ്ട് ഒരു ഗോളിൽ നേടിക്കെടുക്കാം. കാരണം അവന്മാരിന് പിന്നായാലും എനിക്ക് കുഴപ്പമില്ല, കാരണം 13 ഗോള്. അഥവാ അവന്മാർ പിന്നെ വേണമെങ്കിൽ കളിയും കഴിഞ്ഞു. എന്ത് തേങ്ങടാ, 1 മണിക്കൂർ നിങ്ങൾ വെച്ചുകൂടെ വിചാരിക്കും കളി. കണ്ട, ഇവനാണ് ഡിപ്പ്, ഇവനാണ് ക്യാപ്റ്റൻ, ഇവനാണ് ഡിപ്പ്. ഇതിനെ കൊണ്ട് ഞാൻ അപ്പോൾ 5 ഗോളൊക്കെ അടിപ്പിച്ച് എനിക്ക് ഓർമ്മ കിട്ടണില്ല കേട്ടോ. പിന്നെ ഇത് ഡിപ്പ് ഞാൻ പറഞ്ഞില്ല, ചെറിയ നെയ്മറിൻ്റെ കട്ടുണ്ട് ഇവരോട്. അർജൻറ്റീന റൊണാൾഡോ വിചാരിച്ചിട്ടുണ്ടാവും, എൻ്റെ ഹോം ടീം റൊണാൾഡോയാ, പോർച്ചുഗലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മതി വിചാരിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ.